ടാറ്റ നാനോ LX 2012 മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത്. ഈ നാനോ ആയിട്ടാണ് പോകുന്നത്. പോണ വഴി കയറ്റം ഇറക്കം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെ നമ്മുടെ ഈ വണ്ടി അതൊക്കെ വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി നമുക്കത് കാണാം കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ്. അത് ഇതുവരെ ആ വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പോൾ ആ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു വാട്ടർഫോളിലോട്ട് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിയിൽ ഒരുപാട് കയറ്റവും ഇറക്കവും ഓഫ് റോഡും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഓഫ് റോഡിൽ കൂടെ ഈ കുഞ്ഞൻ വണ്ടി കയറും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഏത് വണ്ടിയാണെന്ന് നിങ്ങൾ കാണട്ടെ. ദേ ഇതാണ് കേട്ടോ നമ്മുടെ മുതൽ. നമ്മുടെ ടാറ്റ നാനോ LX 2012 മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത്. ട്വിൻ സിലിണ്ടർ 624 cc കേട്ടോ വണ്ടിയുടെ എൻജിൻ പവർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ വണ്ടി ഓടിച്ച് നോക്കണം തോന്നി. അപ്പോൾ അത് ചെറിയൊരു വ്ളോഗ് പോലെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും സ്പേസ് ഞാൻ ഈ വണ്ടിക്കകത്ത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ചെറിയ വണ്ടിയായതുകൊണ്ട് ചെറിയൊരു സ്പേസ് കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അകത്ത് നല്ല ഇഷ്ടം പോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ടാറ്റ നാനോ LX നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അത്യാവശ്യം നല്ല പവറുണ്ട് കേട്ടോ. അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിച്ച് പവറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ശേഷം നമ്മളിപ്പോൾ അതാണ്ട് കോവിൽക്കടവ് പാലത്തിൻ്റെ അടുത്ത് വന്നേക്കും കേട്ടോ. ഇതുണ്ട്, വെൽക്കം ടു കാന്തല്ലൂർ പഞ്ചായത്ത്. ഇതാണ് നമ്മുടെ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ കവാടം. അപ്പോൾ ഇനി വാട്ടർഫോളിലോട്ട് പോകുന്ന വഴിയാട്ടോ കാണിക്കാൻ പോകുന്നത്. നാനോ ആയിട്ടാണ് പോകുന്നത്. പോണ വഴി കയറ്റം ഇറക്കം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെ നമ്മുടെ ഈ വണ്ടി അതൊക്കെ വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി നമുക്കത് കാണാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എരച്ചിൽപ്പാറയിലോട്ട് പോകാട്ടോ. അപ്പോൾ കാന്തല്ലൂർ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫോളാണ് കേട്ടോ നമ്മുടെ എരച്ചിൽപ്പാറ വാട്ടർഫോൾസ്. അപ്പോൾ അതേ നമ്മൾ കണ്ട ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 300 മീറ്റർ മുന്നോട്ട് വരാൻ നേരത്ത് ഒരു ഇടത്തോട്ടൊരു വഴിയുണ്ടാവും. അപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മുടെ ഈ അതിമനോഹരമായ നമ്മുടെ എരച്ചിൽപ്പാറ വാട്ടർഫോൾസിലോട്ട് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആരെങ്കിലൊക്കെ താഴെ നിന്ന് കയറി വന്നാൽ നമുക്ക് ചെറിയ പണിയാവും. നല്ല കുത്തിറക്കം കേട്ടോ. നമുക്ക് ഇതിന്റെ ബ്രേക്കിംഗ് ഒക്കെ ടെസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല, നല്ല ഷാർപ്പ് ബ്രേക്കാണ്. നല്ല ഇറക്കം കേട്ടോ. അത് കാണാം. സൈഡിൽ നമ്മുടെ പാമ്പാർ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്, ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കോവിൽക്കടവിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ പോലും വേണ്ട, 3 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന എരച്ചിൽപ്പാറ വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കുത്തിറക്കമാണ്. ഇത് ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ഇട്ടാണ് ഇപ്പൊ കയറുന്നത്. നല്ല പവറുണ്ട്. ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ വണ്ടിയല്ല, വണ്ടിയല്ല. കണ്ടീഷൻ കുറവാണെന്നെങ്കിലേ ഉള്ളൂ. പക്ഷെ എഞ്ചിന് ഒരു പറ്റില്ല. ഇതുപോലത്തെ പോസ്റ്റ് ഇടയ്ക്ക് നമുക്ക് കിട്ടും. ഈ വഴി വരുമ്പോൾ ചെറിയൊരു വഴിയാണ്, ഒരു കാർ വരാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറിക്കോളാൻ ബുദ്ധിമുട്ടാണ്. നല്ല സ്റ്റീപ്പാണ്. ക്യാമറയിൽ എത്ര കാണുമെന്നറിയില്ല. നല്ലൊരു 60 ഡിഗ്രി ആംഗിൾ കയറ്റത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു കയറ്റായിരുന്നു. അവന്മാരിപ്പോ പേടിച്ച് മുള്ളിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. നല്ല പവർ ഉണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റിലിട്ട് 624 cc ആണെങ്കിലും അതിനേക്കാളും നല്ല പവർ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. വണ്ടി ഉദ്ദേശിച്ച പോലെ ഒന്നല്ല, കാണുന്ന മൊട്ട വണ്ടിയാന്ന് വിചാരിച്ച, പക്ഷെ നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എരച്ചിൽപ്പാറ വാട്ടർഫോൾസ്.
പക്ഷെ വെള്ളം ഇപ്പൊ കുറവാണ്. മഴ പെയ്യുമ്പോഴാണ് ഇതിന്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ. ഇറങ്ങി ഷൂട്ട്. ഇപ്പൊ ഇത് നൂല് പോലെയാണ്. അതാണ് നമ്മൾ പറഞ്ഞ എറച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. വെള്ളമില്ല, ചാട്ടം മാത്രമേ. മച്ചാവര്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ എറച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലോട്ട് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ വെള്ളം ഇച്ചിരി കുറവാണ്, എന്നാലും ഇതേ കാണിച്ചു തരാം. ഇതാട്ടെ ഞാൻ പറഞ്ഞ നമ്മുടെ എറച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. മഴ സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല കട്ട വെള്ളമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ എറച്ചിൽപ്പാറ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോ ഇതുവഴി ചെറിയൊരു ഓഫറുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഇത്രയൊക്കെ തന്നെയുള്ളൂ മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ നമുക്കൊരു കാർ എക്സ്പീരിയൻസിങ് വീഡിയോ ആയിട്ട് കൂട്ടാമെന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഓഫ് റോഡിങ് ഉണ്ടായിരുന്നു, വാട്ടർഫോൾ സൈറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോയ സ്ഥലത്തൊന്നും തന്നെ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയോ അല്ലെങ്കിൽ കയറാതെ വരികയോ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. നമ്മൾ എവിടെ കാലെടുക്കുന്നോ ആ സ്ഥലത്ത് വണ്ടി നല്ല ജില്ലായിട്ട് ചാടി തന്നെ കേട്ടോ വണ്ടി നിന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ വണ്ടിയിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേണിംഗ് റേഡിയസ് ആണ് കേട്ടോ. അത്ര സ്ഥലമില്ല ആ സ്ഥലത്താണെങ്കിലും നമുക്കിത് ഒറ്റ ഒടിക്ക് നമുക്ക് തന്നെ വണ്ടി തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.